ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ സെയ്ത് കുന്നുമ്മൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ മറ്റൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വേറൊന്നല്ല, പച്ചക്കറി ഐറ്റംസിൽ ചില ആളുകൾക്ക് ധാരണ ഉണ്ട് നമ്മുടെ നാട്ടിൽ അത് ഉണ്ടാവുമോ ഉണ്ടാവില്ല എന്നൊക്കെ. ഞാൻ ഉണ്ടാക്കി വിജയിച്ച് ഒരു സാധനമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, കേബേജും കോളിഫ്ലവറും. അത് നടുന്ന ടൈമാണിപ്പോൾ. അതെങ്ങനെ നടണം, എങ്ങനെ പരിപാലിക്കണം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വരൂ. നമ്മളിവിടെയാണ് ഇപ്പോൾ കോളിഫ്ലവറും കാബേജും ഒക്കെ നടാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് പല കൃഷി ഉണ്ടായതുകൊണ്ട് ഇതും ഞാൻ കുറച്ച് ഉണ്ടാക്കണതുകൊണ്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ ഗ്യാപ്പിൽ നോക്കിയാണ്ടാണ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാറുള്ളത്. എല്ലാ സാധനവും എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, ഈ സാധനമൊക്കെ നമ്മുടെ നാട്ടിൽ നല്ലോണം ഉണ്ടാവും. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് പരീക്ഷിക്കണം. കഴിയുന്ന ആളുകൾ, കഴിയുന്ന പറഞ്ഞാൽ എല്ലാവർക്കും കഴിയുന്നൊരു പരിപാടിയാണിത്. നമുക്ക് വിഷരഹിതമായിട്ട് ഇത്തരം സാധനങ്ങളൊക്കെ കഴിക്കുക എന്നുള്ളത് നമ്മൾ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഒറ്റ ലക്ഷ്യമാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിൽ വിഷമുണ്ട്, എന്താ ചെയ്യാറ്? ഒന്നും ചെയ്യാറില്ല. നമ്മളൊരമണിക്കൂർ നമ്മൾ ഇതിന് മെനക്കെട്ട് കഴിഞ്ഞാൽ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കാം. അവനവൻ്റെ സ്വന്തം വീട്ടിൽ ചെറിയ പറമ്പുണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ പറമ്പും തൊടും ഇല്ലാത്തവരാണെങ്കിൽ ടെറസിൻ്റെ മുകളിൽ വരെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമുക്കറിയാലോ, ഈ വരുന്ന പച്ചക്കറീൻ്റെ വിഷങ്ങളൊക്കെ എല്ലാവർക്കും അറിയാത്ത കാര്യമല്ല. ഈ ഇടയായിട്ട് നമുക്കറിയാം പല രോഗങ്ങളും കാര്യങ്ങളും നമ്മൾ കേൾക്കാത്ത രോഗങ്ങളൊക്കെയാണ്. എവിടെയെങ്കിലും കേട്ടിരുന്ന രോഗങ്ങൾ നമ്മൾ അടുത്തടുത്തൊക്കെ ഉണ്ട്. കാരണം അതൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഭക്ഷണം കൊണ്ടാണ് 90% ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ഒന്ന് പരീക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ ഈ ടെറസിൻ്റെ മുകളിലൊക്കെ ചെയ്യുക. ഇത് മറ്റേ സിമൻറ്റ് ചാക്ക് ഉണ്ടല്ലോ, വെറുതെ കിട്ടുന്ന സിമൻറ്റ് ചാക്കിലൊക്കെ അത് ചെയ്യാം. ഈ സിമൻറ്റ് ചാക്കിൽ നമ്മൾ ഇത് ചെയ്യാം. അതിന് മുടക്കൊന്നുമില്ല. ഞാൻ ഈ കാണിക്കണമെന്നും ഹൈടെക് വിദ്യകൾ ഉപയോഗിച്ചുള്ള കൃഷികളൊന്നുമല്ല. ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതികളാണ്. ഞാൻ നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം എന്നുള്ളൊരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് കാണിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഈ കുട്ടികൾക്കൊന്നും ഒരു വിധം ചെറിയ കുട്ടികൾക്കൊന്നും അറിയില്ല പച്ചക്കറി എവിടെ നിന്ന് അതിങ്ങനെ വരുന്നത് പോണ് ഉണ്ടാകണത് തിന്നല്ലാതെ എവിടെ നിന്ന് ഉണ്ടാകണം. അപ്പോൾ കുട്ടികൾക്കും കൂടി ഒരു പ്രചോദനമാവും. നമ്മുടെ നാട്ടിൽ, നമ്മളെ വീട്ടിൽ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇതപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്ക് വിഷരഹിതമായ പച്ചക്കറി ഉണ്ടാക്കാമെന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ പറഞ്ഞു തന്നിട്ടൊന്നുമില്ല, കാരണം വീഡിയോ നീണ്ടുപോയി. അപ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും. ഞാൻ ഈ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ ഇതെങ്ങനെ നടണം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം നല്ല വെയിലും പ്രകാശമൊക്കെ തട്ടുന്ന സ്ഥലമായിരിക്കണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ കളച്ച് പൊടിമണ്ണാക്കിയതിൻ്റെ ശേഷം ഒരു 2 അടി അകലത്തിൽ കുഴിയെടുക്കുക. 1 അടി ആയോ 1 അടി വ്യാസമുള്ള കുഴിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ അതിൽ ലേശോരത്തുള്ളിൽ കുമ്മായം വിതറുക. ആ കുമ്മായം വിതറിയതിൻ്റെ ശേഷം ഒരു 5 ദിവസം കഴിഞ്ഞ് 1 കിലോ ചാണകപ്പൊടി, ഒരു 250 മസൂരി ഫോസ്, അതുപോലെ തന്നെ 200 വേപ്പ് മണ്ണാക്ക് കലർത്തി മിക്സാക്കി മണ്ണിൽ ജോയിൻ്റ് ആക്കിയിട്ട് അതിനൊന്ന് നനച്ചിട്ടതിൻ്റെ ശേഷം നമ്മൾ ഈ വൈകുന്നേരമാണ് തൈ വെക്കേണ്ടത്. ഈ തൈ എടുക്കണത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ, വലിയ തൈ എടുക്കരുത്. നല്ല കരുത്തുള്ള മുറ്റുള്ള ചെറിയ തൈ, ഒരു 4 ഇല വരെ ആയ തൈകളാണ് എടുക്കേണ്ടത്. വലിയ തൈ എടുത്താൽ അത് ഉണ്ടാകാത്തതുകൊണ്ടല്ല, പക്ഷേ ഉണ്ടാകാൻ റിസ്ക്കാണ്. ഓടിയാലും ഇതിനൊക്കെ സാധ്യത വേര് പിടിക്കുന്നതിൻ്റെ മുമ്പാകുമ്പോൾ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം രാവിലെയും വൈകുന്നേരം അത് നനക്കണം. അതിനുശേഷം ഒരു ചെറിയ മറയും കൊടുക്കണം. മറ എന്ന് പറയുമ്പോൾ ആൾക്കാർ മറയും വേണമെന്ന് കരുതണ്ട, ഒരു ഓലക്കൊടി മതി. നല്ല വീതിയിലൊരു ഓലക്കൊടി എടുത്താണ് 4-5 ദിവസം മറക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിക്കണം. ഞാൻ ഉണ്ടാക്കി വിജയിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അല്ലാതെ ഞാൻ എവിടെയെങ്കിലും പോയി കണ്ടെടുത്ത് പോരല്ല. ഞാൻ എൻ്റെ തൊടുവിൽ, എൻ്റെ പറമ്പിൽ ഞാൻ ചെയ്യുന്നതാണ് അതൊക്കെ ചെയ്ത് നിങ്ങൾക്കറിയാൻ പറ്റൊരു വീഡിയോയിലൊക്കെ അത് പറിക്കുന്നതും എടുക്കുന്നതൊക്കെ റീലായിട്ടും മറ്റേതായി കട്ടിയിരുന്നു, നിങ്ങൾക്ക് കാണാം. അപ്പോൾ സെയ്ത് കുന്നുമ്മൽ നടിച്ചാൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ അത് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്ന, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് എത്താൻ വേണ്ടി, അറിവ് മറ്റുള്ളവർക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും, ആർക്കെങ്കിലും ബുദ്ധിമുട്ട് അലോസരത തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും, കാരണം ഇതൊരു നമ്മളെ അത്യാവശ്യമുള്ള കാര്യമാണെന്നും എല്ലാവരും ഇതിലേക്ക് ഇറങ്ങണമെന്നും ഉള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് ചെയ്യുന്നത് മാത്രം അറിയിക്കുന്നു.